നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ലക്ഷ്മി. ഞാനിന്ന് സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ മുഖത്ത് വരുന്ന ക്യാൻസർ അഥവാ ഗർഭാശയ ഗള ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റ് ക്യാൻസറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അതാണ് സർവൈക്കൽ ക്യാൻസറിൻ്റെ പ്രാധാന്യം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു അണുവാണ് സർവൈക്കൽ ക്യാൻസർ 99% ഉണ്ടാക്കുന്നത്. ഇത് സർവൈക്കൽ ക്യാൻസർ മാത്രമല്ല, അരിമ്പാറ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പുരുഷന്മാരിലും ജനനേന്ദ്രിയത്തിലെയും തൊണ്ടയിലെയും ക്യാൻസർ ഉണ്ടാക്കുന്നു, അരിമ്പാറയും ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഒരു മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്നത്? ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന എല്ലാ സ്ത്രീകളിലും ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ അണുബാധ ഉണ്ടാകുന്നുണ്ട്. അത് ഗർഭാശയ മുഖത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ഈ വ്യത്യാസങ്ങൾ ഒരു 95% ആൾക്കാരിലും 2, 3, 5 വർഷത്തിനുള്ളിൽ സാധാരണഗതിയിലേക്ക് അത് പോകും. പക്ഷേ ഒരു 5% ആൾക്കാരിലേക്കാണിത് ക്യാൻസറിലോട്ട് മാറുന്നത്. അണുബാധ ഉണ്ടായിക്കഴിഞ്ഞത് വ്യത്യാസങ്ങൾ 5 വർഷമായിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിലും പിന്നെ ഒരു 15 വർഷം എടുത്താലേ ക്യാൻസറായിട്ട് മാറുന്നുള്ളൂ. ഈ ഒരു 15 വർഷം എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസർ കണ്ടുപിടിക്കാനുള്ളൊരു സമയം ആണ്. അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാ സ്ത്രീകളും, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധയുള്ള എല്ലാ സ്ത്രീകളും 3 വർഷം, എല്ലാ 3 വർഷം കൂടുമ്പോഴും പാപ്സ്മിയർ എന്ന് പറയുന്ന ഒരു ലളിതമായിട്ടുള്ള ടെസ്റ്റ്, അതായത് ഒരു പരിശോധനയാണ്. ഗർഭാശയ മുഖത്തുനിന്ന് കോശങ്ങളെടുത്ത് പരിശോധിക്കുന്നൊരു ടെസ്റ്റാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ്, OPയിൽ ചെയ്യുന്നതാണ്. ആ ടെസ്റ്റ് എല്ലാ 3 വർഷവും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെയുള്ള സ്റ്റേജുകളിൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും, ഫലപ്രദമായ ചികിത്സയും നൽകാൻ പറ്റും. പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ വാക്സിനേഷൻസ് ലഭ്യമാണ്. അത് രണ്ട് രീതിയിലാണ് നമുക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിന് മുന്നേ, അതായത് അണുബാധ ഉണ്ടാകുന്നതിന് മുന്നേ 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വാക്സിനേഷൻ കൊടുക്കുന്നത്. 2 ഡോസാണ്. ഒരു ഡോസ്, ഫസ്റ്റ് ഡോസ് കൊടുത്ത് 6 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ഡോസ് വരുന്നത്. ഒരു ഡോസിന് 10,000 രൂപ വരെയാണ് വില വരുന്നത്. വില നോക്കിയിട്ട് ഈ ഡോസ് കൊടുക്കാതിരിക്കരുത്. സെർവൈക്കൽ ക്യാൻസർ പോലെയുള്ള മാരകമായ ഒരു അസുഖത്തിന് ഈ ഒരു വാക്സിൻ കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കും. മാത്രമല്ല, അത് ഗവൺമെൻറ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ള ഒരു വാക്സിൻ തന്നെയാണ്. ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺമക്കൾക്കും നമുക്ക് ഈ വാക്സിൻ കൊടുക്കാവുന്നതാണ്. ഈ വാക്സിൻ സ്വീകരിച്ചുകൊണ്ട് വളരെ മാരകമായിട്ടുള്ള സെർവൈക്കൽ ക്യാൻസർ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും.